ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ലോട്ടറിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, വെറ്ററിനറി സയൻസിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ലോട്ടറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, മുന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് ആ പെട്ടവരൊക്കെ പറഞ്ഞു എന്താണ് പ്രോസസ്സ് ഓഫ് കില്ലിങ് ആനിമൽസ് അല്ലെ, ആനിമൽസിനെ കില്ല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമൻ കൺസംഷന് വേണ്ടി നമ്മൾ ആനിമൽസിനെ കില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ലോട്ടറിങ് എന്ന് പറയാം. സ്ലോട്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് കില്ലിങ് ആനിമൽസ് ആൻഡ് യൂട്ടിലൈസിങ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ. ഹ്യൂമെയിൻ ആൻഡ് റിച്വൽ മെത്തേഡ്. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്കിതിനെ കില്ല് ചെയ്യാം. അതിലോട്ട് നമ്മൾ വരാം. അതിന് മുന്നേ ആയിട്ട് അബർട്ടോയർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? അബർട്ടോയർ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ചിട്ട് അല്ലെ, കശാപ്പുശാല എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആനിമൽസിനെ നമ്മൾ കില്ല് ചെയ്യുന്നുള്ളത്. ഇറ്റ് ഈസ് ദ പ്ലേസ് വേർ ആനിമൽസ് ആർ കിൽഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇനി ഇതേ ആനിമൽസിനെ നമ്മൾ ഹ്യൂമൻ കൺസംഷൻ അല്ലാണ്ട് കില്ല് ചെയ്യാണ്, മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി നമ്മൾ കില്ല് ചെയ്യുകയാണെങ്കിൽ അത് എവിടുന്നാണ് ചെയ്യുക? അബർട്ടോയർ എന്നാണെങ്കിൽ എന്താണ്? ഹ്യൂമൻ കൺസംഷന് വേണ്ടി കില്ല് ചെയ്യുന്ന ആ പ്ലേസിനാണ് നമ്മൾ അബർട്ടോയർ എന്ന് പറയുക. ഹ്യൂമൻ കൺസംഷൻ അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നാക്കേഴ്സ് യാർഡ് എന്ന് പറയും. ഓർത്ത് നോക്കണേ, നാക്കേഴ്സ് യാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അബർട്ടോയറിന് സെയിം തന്നെയാണ്. പക്ഷേ അബർട്ടോയറിനകത്ത് എന്താണ്? ഹ്യൂമൻ കൺസംഷന് വേണ്ടിയാണ് നമ്മൾ കില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൻറ്റിമോർട്ടം, പോസ്റ്റ്മോർട്ടം, അതുപോലുള്ള എല്ലാ ക്ലീനിങ്, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നില്ല, പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാക്കേഴ്സ് യാർഡിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? അത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടല്ല കില്ല് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ടേംസ് ഒന്നും പറഞ്ഞു പോയിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് മൊത്തം സ്ലോട്ടറിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ലോട്ടറിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നമുക്ക് ഹ്യൂമെയിൻ ആയിട്ടുള്ള, അതായത് അതിലോട്ട് വരാം കേട്ടോ. ഹ്യൂമെയിൻ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ റിച്വൽ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ റിച്വലിനകത്ത് തന്നെ പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിനകത്താണ് ഇത് നമ്മുടെ സ്ലോട്ടറിങ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓരോരോ ആൾക്കാർ ഓരോ തരത്തിലാണ് ഈ സ്ലോട്ടറിങ് ചെയ്ത് വരുന്നുള്ളത്. പിന്നെ നമുക്ക് സ്റ്റണ്ണിങ് എന്താണെന്ന് അറിയണം. ഈ സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റണ്ണിങ് എന്ന് പറയും. സ്റ്റണ്ണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനിമൽസിനെ നമ്മൾ കില്ല് ചെയ്യുന്നതിന് മുന്നേ അൺകോൺഷ്യസ് ആക്കി മാറ്റും. ആനിമൽസിനെ നമ്മൾ കില്ല് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു അബർട്ടോയറിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനിമൽസിനെ കില്ല് ചെയ്യുന്നതിന് മുന്നേ എന്താവും? അതിനെ അൺകോൺഷ്യസ് ആക്കി മാറ്റും. ഇത് ഇതിനകത്ത് വരുന്നതാണ് ഹ്യൂമെയിൻ മെത്തേഡാണ് കേട്ടോ. ഹ്യൂമെയിനകത്ത് നമ്മൾ പറയുകയാണെ. അപ്പോൾ ഹ്യൂമെയിനകത്ത് എന്ത് ചെയ്യും? അതിന് വേദനയൊന്നും അറിയാതെ അല്ല, എന്തായാലും നമ്മളതിനെ കൊല്ലാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ അതിന് പെയിനൊന്നും വരാണ്ട് നമ്മളതിനെ അൺകോൺഷ്യസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇൻസെൻസിബിൾ ആക്കി മാറ്റും. അതിനും പലതരം മെത്തേഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതിനെ അൺകോൺഷ്യസ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുക. അപ്പോൾ ആ അൺകോൺഷ്യസ് ആക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റണ്ണിങ് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്റ്റണ്ണിങ് ചെയ്യുന്നത്? ഒന്ന് ഇൻസെൻസിബിൾ ടു പെയിൻ അല്ലേ, അവർക്ക് പെയിനൊന്നും ഇല്ലാണ്ട് അവർ മരിക്കാൻ വേണ്ടി. പിന്നെ അവർ ഇമ്മൊബൈൽ ആയിരിക്കണം അല്ലേ, നമ്മൾ പെട്ടെന്ന് അതിനെ നമ്മളതിനെ സ്ലോട്ടർ ചെയ്യുമ്പോൾ അത് പലതരത്തിൽ റിയാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അത് ഇമ്മൊബൈൽ ആണെങ്കിൽ നമ്മളും സേഫാണ്. അപ്പോൾ ഇമ്മൊബൈൽ ആവാൻ പിന്നെ നമ്മുടെ സ്റ്റാഫ് ആരാണോ അതിനെ സ്ലോട്ടറിങ് ചെയ്യുന്നത് അവർക്ക് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ, സ്റ്റാഫിന് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ. പിന്നെ ഒരു മീറ്റ് ക്വാളിറ്റി, നമ്മളെപ്പോഴും മീറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള അൺകോൺഷ്യസ് ഒക്കെ ആക്കിയതിന് ശേഷം നമ്മൾ സ്ലോട്ടറിങ് ചെയ്യുകയാണെങ്കിൽ നല്ല മീറ്റ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റണ്ണിങ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റണ്ണിങ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് പെയിൻ അറിയാണ്ടിരിക്കാൻ, ഇൻസെൻസിബിൾ ടു പെയിൻ. പിന്നെ നമ്മുടെ ആനിമൽസ് ഇമ്മൊബൈൽ ആയിരിക്കണം. പിന്നെ സ്റ്റാഫിന് ഇഞ്ചുറീസ് ഒന്നും വരാൻ പാടില്ല. പിന്നെ മീറ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റണ്ണിങ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റണ്ണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞു. ഇനി മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് എന്ന് പറയുമ്പോൾ പല തരത്തിൽ നമുക്ക് ഈ സ്റ്റണ്ണിങ് ചെയ്യാൻ പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്? അൺകോൺഷ്യസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റണ്ണിങ് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിനും ഓരോ പോലെയാണ്. ഇപ്പോൾ നമുക്ക് പോൾട്രി ഉണ്ട് അല്ലേ, അപ്പോൾ അതിനെ സ്റ്റണ്ണിങ് ചെയ്യുന്നത്, അതിനെ അൺകോൺഷ്യസ് ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിഗ് ഉണ്ട്, നമ്മുടെ കാറ്റിൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും സ്റ്റണ്ണിങ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് അതിൻ്റെ സ്പീഷീസ്, ഏത് സ്പീഷീസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിഗാണോ, കാറ്റിലാണോ, ഗോട്ടാണോ, ഷീപ്പാണോ എന്നൊക്കെ പറഞ്ഞ് ഏതാണെന്ന് നോക്കിയിരിക്കും. പിന്നെ ബ്രീഡിൻ്റെ കാര്യം നമ്മളന്ന് പറഞ്ഞിരുന്നല്ലോ, ഏത് ടൈപ്പാണ് ഓർഗാനിസം. ഇപ്പോൾ നമ്മുടെ പശുവിൽ തന്നെ പലതരത്തിലുള്ള പശു ഉണ്ട് അല്ലേ, ജേഴ്സി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെന്ന് പറഞ്ഞില്ലേ ഹോൾസ്റ്റെയിൻ കൗ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രീഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിനെ നോക്കിയിട്ട് സ്റ്റണ്ണിങ്ങിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ നമ്മുടെ ആനിമലിൻ്റെ ഏജ്,
വയസ്സായതാണോ ചെറുതാണോ അങ്ങനെ ഏജ് നോക്കും. പിന്നെ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ കയ്യിൽ എത്രത്തോളം കോസ്റ്റ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ മെത്തേഡിലോട്ട് വരുന്നുള്ളത്. പിന്നെ നമ്മൾ ഏത് എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എഫിഷ്യൻസിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അൺകോൺഷ്യസ് ആക്കുന്നുള്ളത്, അതിനാണ് നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറയുക. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഒന്ന് നമ്മുടെ സ്പീഷീസ്, പിന്നെ അതേത് ബ്രീഡാണ്, ആനിമലിൻ്റെ ഏജ്, നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്, ക്യാപിറ്റൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എത്രയാവും, പിന്നെ എഫിഷ്യൻസി, ആ എക്യുപ്മെൻറ്റ് നമ്മൾ ഏത് എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എഫിഷ്യൻസിയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത്. ഇത് കൂടാണ്ട് നമ്മൾ റിലീജിയസ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ് കൂടി നോക്കൂ കേട്ടോ. റിലീജിയസ്, അതായത് ഓരോ റിലീജിയനിലുള്ള ആൾക്കാർക്ക് ഓരോ വിശ്വാസമാണ്. അപ്പോൾ അത് വെച്ചിട്ടും ഇതുപോലെ എന്താണ് സ്റ്റണ്ണിങ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്താണെന്ന് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ കാർക്കാസിൽ അധികം പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റണ്ണിങ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടെന്ന്. അതിനകത്ത് ഒന്നാണ് ഫിസിക്കൽ മെത്തേഡ്. എന്താണ് ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫിസിക്കൽ മെത്തേഡ് പറയാം. ഇപ്പോൾ ഇതൊരു കാറ്റലിൻ്റെ ഫേസ് ആണെന്ന് വിചാരിക്കുക കേട്ടോ, എനിക്ക് കറക്റ്റ് വരക്കാനുണ്ടല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹോൺസ്, അതിൻ്റെ കൊമ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഐസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഹോൺസിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരക്കും. അതായത് ഈ ഹോണിൽ നിന്ന് ഓപ്പോസിറ്റ് ഐയിലേക്ക് ഒരു വര വരക്കും. അതുപോലെ തന്നെ ഈ ഹോണിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഐയിലേക്ക് ഒരു വര വരക്കും. എന്നിട്ട് കിട്ടുന്ന ആ സെൻട്രൽ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യും, ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് ഫ്രാക്ചർ ഉണ്ടാക്കും. നല്ല വൃത്തിയിലൊന്ന് അടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് ബ്രെയിനിന് ക്ഷതം വരും അല്ലേ, അല്ലെങ്കിൽ അപ്പോൾ എന്താവും, അത് അൺകോൺഷ്യസ് ആയിട്ട് മാറും. ഫ്രണ്ടൽ ബോൺ എന്ന് പറയുന്നില്ലേ, നമ്മുടെ ഫ്രണ്ടൽ ബോണിനാണ് അവിടെ ഫ്രാക്ചർ വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആനിമൽ എന്തായിട്ട് മാറും, അൺകോൺഷ്യസ് ആയിട്ട് മാറും. അപ്പോൾ ഫിസിക്കൽ മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത്, ഇതുപോലെ കറക്റ്റ് ആ ഫോർഹെഡിൽ ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിന്റിലേക്ക് ഹാമർ വെച്ചിട്ടൊന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടൽ ബോണ് ഫ്രാക്ചർ ആവും. അതുപോലെ തന്നെ നമ്മുടെ ആനിമൽ എന്തായിട്ട് മാറും, അൺകോൺഷ്യസ് ആയിട്ട് മാറും. ഇത് ഫിസിക്കൽ മെത്തേഡ്. ഇനി കെമിക്കൽ മെത്തേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ്റെ ഒക്കെ മിക്സ്ചർ, അതുപോലുള്ള ഗ്യാസ് നമ്മളതിന് യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ വിടും. ഒരു 45 സെക്കൻഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ആനിമലിന് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷർ കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ആ ഗ്യാസ് ശ്വസിച്ചിട്ട് അത് അൺകോൺഷ്യസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നുള്ളത്. സാധാരണ നമ്മൾ 30% കാർബൺ ഡൈ ഓക്സൈഡും 60% ആർഗണുമാണ് യൂസ് ചെയ്യുക. അതാണ് 30% കാർബൺ ഡൈ ഓക്സൈഡും 60% ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 90% ആർഗണോ നൈട്രജനോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഇനി ഇങ്ങനെ ഈ ഇതിരിക്കുന്ന എന്താണ്, നമ്മൾ ഈ കെമിക്കൽ മെത്തേഡ് കൊടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. അതായത് പലതരത്തിലുള്ള അപ്പാരറ്റസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്ന് ഓവൽ ടണൽ മെത്തേഡ് എന്ന് പറയും. പിന്നെ ഡിപ്പ് ലിഫ്റ്റ് മെത്തേഡ് ഉണ്ട്. പിന്നെ കോമ്പാക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റണ്ണർ ഉണ്ട്. പിന്നെ കോമ്പാക്റ്റ് സ്റ്റണ്ണർ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അപ്പാരറ്റസ് നമുക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻഹേൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ആനിമൽ ഓക്സിജൻ ഇല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം ഇൻഹേൽ ചെയ്താൽ എന്താ സംഭവിക്കുക, അവിടെ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലെ. റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസും ഉണ്ടാവാം. റെസ്പിറേറ്ററി അതുപോലെ തന്നെ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അവരുടെ ബോഡിക്കകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലേ, CSF എന്ന് പറയുന്നത്, അത് റിഡ്യൂസ് ആവും. അതിൻ്റെ എമൗണ്ട് കുറയാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഈ CSF കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോണൽ എഫക്ട്സ് ഒക്കെ എന്താവും, ഇൻഹിബിറ്റ് ആവും. പിന്നെ അത് അനസ്തറ്റിക് എഫക്റ്റ് അവിടെ കൊടുക്കും. അനസ്തേഷ്യ കിട്ടിയിട്ടില്ലേ, അപ്പോൾ അനസ്തറ്റിക് എഫക്റ്റ് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് അൺകോൺഷ്യസ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ മെത്തേഡ് ഇല്ലേ, അവിടെ നമ്മൾ ഹാമർ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ആനിമൽസൊക്കെ പേടിച്ച് പോകില്ലേ. പക്ഷേ നമ്മുടെ കെമിക്കൽ മെത്തേഡിനകത്താകുമ്പോൾ എന്താണ്, ആനിമൽ റിലാക്സ്ഡ് ആയിരിക്കും. അവർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്വസിക്കുന്നതെന്ന് പോലും അവരറിയുന്നില്ലല്ലോ. അപ്പോൾ അവർ റിലാക്സ്ഡ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റണ്ണിങ് ചെയ്യുമ്പോൾ സ്ലോട്ടറിങ്ങിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഡീഹെയറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്താണ്, മോർ റിലാക്സ്ഡ് ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ആനിമൽ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ എന്താണ്, നോയ്സ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല അല്ല, ലെസ് നോയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ലേബറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നേരത്തെ എന്താണ്, ഗ്യാസ് നമ്മൾ കൊടുത്താൽ മാത്രം പറയും. പക്ഷേ നേരത്തെ കേസിലാകുമ്പോൾ എന്താണ്, ഒരാൾ ഹാമർ പിടിച്ച് വേണം അല്ലെ, അങ്ങനെ പലതരം ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ ലേബറിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ എന്താണ്, അതിന് ഹാമറൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഹെമോറേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അത് പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടാവില്ല. മസിൽസിൻ്റെ ഹെമറേജ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലഡ് ലോസ് ഇവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിൽ നിന്ന് നമുക്ക് ബ്ലഡിൻ്റെ ലോസ് ഇവിടെ കൂട്ടാൻ സാധിക്കും. മോർ ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ബോഡി വൈൽ ബ്ലീഡിങ് ആൻഡ് ലോവേഴ്സ് പി എച്ച് കുറക്കുകയും ചെയ്യും. അതൊക്കെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്, അപ്പം തന്നെ, അതായത് ഇപ്പോൾ നമ്മുടെ ആനിമലിന് നമ്മൾ അൺകോൺഷ്യസ് ആക്കുകയാണല്ലോ നമ്മുടെ സ്റ്റണിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഈ ഗ്യാസ് കൊടുത്ത് കുറച്ച് ടൈം, നമ്മളൊരു 45 seconds ഒക്കെ അല്ലേ കൊടുക്കുന്നുള്ളത്, അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ആനിമൽ അൺകോൺഷ്യസ് ആവുന്നുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഹാമർ കൊണ്ട് കടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ അല്ലേ അടിക്കുന്നു, അപ്പം തന്നെ അത് അൺകോൺഷ്യസ് ആവുന്നു. ഇവിടെ പ്രോഗ്രസീവ്ലി ആണ് അത് നടക്കുന്നത്. പ്രോഗ്രസീവ്ലി മെല്ലെ മെല്ലെ അത് അൺകോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ ബേർഡ്സൊക്കെ ഇതുപോലുള്ള ഗ്യാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ അൺകോൺഷ്യസ്നെസ്സിൽ നിന്ന് അവർ മാറാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് കെമിക്കൽ മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ മെത്തേഡ് നോക്കാം. ഇനി എന്താ നോക്കുന്നത്, ഇലക്ട്രിക്കൽ മെത്തേഡ്. അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞു, കെമിക്കൽ കഴിഞ്ഞു, ഇനി ഇലക്ട്രിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ലോ വോൾട്ടേജ് നമ്മളതിന് പാസ് ചെയ്യും നമ്മുടെ ആനിമൽസിൻ്റെ ബ്രെയിനിലൂടെ. അതായത് എസ്പെഷ്യലി നമ്മുടെ പിഗ്, കാറ്റിൽ, ഗോട്ടൊക്കെ ഇല്ലേ, പോൾട്രി, ഇവരുടെയൊക്കെ ബ്രെയിനിലൂടെ നമ്മൾ എന്തായാലും ഒരു ലോ വോൾട്ടേജ് AC പാസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ജോ ഉണ്ടല്ലോ, നമ്മുടെ ആനിമൽസിൻ്റെ ജോയിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഓരോ ഇലക്ട്രോഡ് കണക്ട് ചെയ്യും, ഓരോ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് നമ്മൾ പാസ് ചെയ്യും. ഒരു 2 to 10 seconds ഷോർട്ട് ടൈമിലാണ്. പക്ഷെ അവർക്ക് ബ്രെയിനിന് അവർക്ക് ഷോക്ക് വരും. അതും വോൾട്ടേജ് പറയുകയാണെങ്കിൽ ഒരു 70 to 90 വോൾട്ടേജ് ആണ് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെസ്സേജ്, ഇമ്പൾസസ് നെർവ്സിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ഇമ്പൾസസ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പൾസ് പാസ് ചെയ്യുന്ന എന്ത് ബേസിസിലാണ്, അവിടെ ഉണ്ടാകുന്നുള്ള ചാർജിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂറോൺസ് മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ പോയി ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂറോൺസിൻ്റെ ഇമ്പൾസ് പാസേജ് മൊത്തം അവിടെ തകിടം മറിയും. അപ്പോൾ അങ്ങനെ എന്താവും, നമ്മുടെ ആനിമൽ എന്തായിട്ട് മാറുന്നു, അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ രണ്ട് ജോയിൻ്റ് അപ്പുറം ഇപ്പുറമായിട്ട് വെക്കുമെന്ന് പറഞ്ഞില്ലേ, 2 ഇലക്ട്രോഡ്സ്. ആ പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ എപ്പോഴും കറക്റ്റ്ലി പൊസിഷൻ ചെയ്യണം. എങ്കിൽ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് നമ്മുടെ തലാമസിലൂടെ പാസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സെൻസറി സെൻറ്റർ ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ, അതിലൂടെയൊക്കെ പാസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ആനിമൽ കറക്റ്റ് അൺകോൺഷ്യസ് ലെവലിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, എല്ലാത്തിൻ്റെയും നമുക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളൂ, പക്ഷെ മാറിപ്പോകരുത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നല്ലോണം ഇവർ അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ സെൻസറി അവയർനെസ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. എന്നാലും മൊത്തം ഷോക്ക് അടിച്ച് പോയില്ലേ. പിന്നെ ഇവർക്ക് കൊല്ലുമ്പോഴായാലും എന്ത് ചെയ്യുമ്പോഴായാലും അവർക്ക് അൺഅവെയർ ആയിരിക്കും, ഇൻസെൻസിബിൾ ആയിരിക്കും, ഇമ്മൊബൈൽ ആയിരിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഹ്യൂമെയിൻ അല്ല അല്ലേ, നമ്മൾ ഒരു അങ്ങനെ പറയാം, നമുക്ക് കുറച്ച് ക്രൂവലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ മസിൽസിൻ്റെ ഹെമറേജ് നടക്കും. പിന്നെ അതുപോലെ തന്നെ ബോൺ ഫ്രാക്ചേഴ്സൊക്കെ ഇവിടെ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഹൈ വോൾട്ടേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില സമയത്ത് നമ്മുടെ ആനിമൽസ് പാരലൈസ്ഡ് ആവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ പാരലൈസ്ഡ് ആവാന്ന് പറഞ്ഞാൽ അവർക്ക് പെയിൻ അറിയാൻ സാധിക്കും, പക്ഷെ അവർ പാരലൈസ്ഡ് ആയി പോകും. അങ്ങനത്തെ കണ്ടീഷനിലോട്ടൊക്കെ ഇത് എത്താറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ, കെമിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ. ഇനിയുള്ളതാണ് മെക്കാനിക്കൽ.
ഈ മെക്കാനിക്കലിനകത്ത് നമ്മൾ കുറച്ച് പിസ്റ്റൽ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. മെക്കാനിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ പിസ്റ്റൽ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആനിമൽസിൻ്റെ അൺകോൺഷ്യസ് ആക്കി മാറ്റുന്നുള്ളത്. അതായത് ചില സമയത്ത് ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ ഗണ്ണൊക്കെ നമ്മൾ പിസ്റ്റലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് നമ്മുടെ ഹെഡിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹാമർ വെച്ച് തട്ടിയില്ലേ, അതുപോലെ തട്ടിയിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോവാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ പലതരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്ന് നമുക്ക് ആദ്യം പറയാം. അതാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ എന്ന് പറയും. എന്താണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ എന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോർഹെഡിലേക്ക് ആ ബോൾട്ട് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ സാധാരണ നമ്മൾ കാറ്റിൽസിനൊക്കെ സ്റ്റണ്ണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ് ഇത്. അതിൻ്റെ സ്കൾ റീജിയനിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗണ്ണ് പ്ലേസ് ചെയ്യും. എന്നിട്ട് റൈറ്റ് ആംഗിളിൽ പ്ലേസ് ചെയ്തിട്ട് ആ ഫോർഹെഡിലേക്ക് നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഇത് പക്ഷേ പിഗിൻ്റെ കേസിൽ അത്രത്തോളം എഫക്റ്റ് അല്ല കേട്ടോ. പിഗിൻ്റെ കേസിൽ അത്രത്തോളം എഫക്റ്റ് അല്ല. അപ്പോൾ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ അതിൻ്റെ ഫോർഹെഡിൽ പോയിട്ട് നമ്മൾ നല്ല വൃത്തിയിലൊന്ന് സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഇനി അടുത്തതാണ് ഫ്രീ ബുള്ളറ്റ് പിസ്റ്റൽ. അത് ക്യാപ്റ്റീവ് ബോൾട്ടായിരുന്നു. ഇത് ഫ്രീ ബുള്ളറ്റ് പിസ്റ്റൽ. ഫ്രീ ബുള്ളറ്റ് പിസ്റ്റൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബുള്ളറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ഫയറാണ്. നമ്മളിപ്പോൾ ഇത് ആനിമലാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഫയർ ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ നല്ല പെനിട്രേറ്റ് ചെയ്ത് പോകും. അതിൻ്റെ സ്കളിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ മിഡ് ബ്രെയിനൊക്കെ ഇഞ്ചുറി വരുത്തുന്നുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഇത്. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇയാളെപ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി പോകില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആ ഫോർഹെഡിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ അത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇത് ചെയ്യേണ്ടി വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ വാട്ടർ ജെറ്റ് സ്റ്റണ്ണർ ഉണ്ട്. ഇത് പോൾട്രീൻ്റെ കേസിലാണ്, ബേർഡ്സിൻ്റെ ഒക്കെ കേസിലാണ് നമ്മൾ മെയിനായിട്ട് ഏത് യൂസ് ചെയ്യുന്നുള്ളത്, വാട്ടർ ജെറ്റ് സ്റ്റണ്ണർ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഒരു 3500 തൊട്ട് 4000 ബാർ പ്രഷറിൽ നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ വാട്ടർ ജെറ്റ് സ്റ്റണ്ണർ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു നമ്മുടെ പോൾട്രീൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഇത് കാറ്റിൽസിൻ്റെ കേസിൽ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറന്നുപോയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ നമ്മൾ കാറ്റിൽസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് സ്റ്റണ്ണർ നമ്മൾ പോൾട്രീൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നു. ഈ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ തന്നെ വേറൊരു പേരിൽ വന്നിട്ടുണ്ട്. അതാണ് പെനട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പെനട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കും ദ സ്റ്റണ്ണിങ് മെത്തേഡ് മോസ്റ്റ് റെക്കമെൻഡഡ് ഫോർ ദ സ്ലോട്ടർ ഓഫ് കാറ്റിൽ ആർ എന്ന് പറഞ്ഞ് ചോദിക്കും. അതിനകത്ത് നമ്മൾ കണ്ട മെക്കാനിക്കലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രിക്കലും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റലും ഉണ്ടാവും, ഓൾ ദ എബവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾ ദ എബവ് ചെയ്യരുത്. കാറ്റിൽസിൻ്റെ കേസിൽ മോസ്റ്റ് റെക്കമെൻഡഡ് മെത്തേഡാണ് ഏത് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോൾട്രീൻ്റെ കേസിൽ ഏറ്റവും മോസ്റ്റ് റെക്കമെൻഡഡ് ആണ് ഏതെന്ന് പറയുന്നത് ഈ വാട്ടർ ജെറ്റ് സ്റ്റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ദ എബവ് കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ഓപ്ഷനിൽ ഇത് രണ്ടും ഒന്ന് പ്രീവിയസ് ഇയർ ആണ്, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് സ്ലോട്ടറിൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ആയിട്ടൊന്ന് പറയാനുള്ളത്. ഇനി റിച്വൽ സ്ലോട്ടറിങ് ഉണ്ട്. അതായത് റിച്വൽ സ്ലോട്ടറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ നമ്മൾ സ്ലോട്ടറിങ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഹ്യൂമെയിൻ മെത്തേഡ് ഉണ്ട്, ഹ്യൂമെയിൻ്റെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഞാൻ റിച്വലിനകത്ത് പറയുമ്പോൾ ഹലാൽ മെത്തേഡ് ഉണ്ട്. ഹലാൽ അതായത് ഓരോ വിശ്വാസക്കാർ ഓരോ പോലെ അല്ല ചെയ്യുക. അപ്പോൾ ഹലാലുണ്ട്, ജഡ്ക്കുണ്ട്, എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. പിന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു കോഷർ, അതുപോലെ തന്നെ ഷേജിത, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കോഷർ ഷേജിത മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഹലാൽ പറയുമ്പോൾ എന്താണ്, മുസ്ലിംസാണ് പൊതുവെ ഈ മെത്തേഡ് മുസ്ലിംസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹലാൽ മെത്തേഡ് എന്ന് പറയുന്നത്. അവരുടെ ഇസ്ലാമിക് പ്രാക്ടീസ് പ്രകാരം അവരത് ചെയ്യും. പിന്നെ ഈ ഹലാലിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ അവരെന്തിനെ കില്ല് ചെയ്യില്ല, പിഗിനെ കില്ല് ചെയ്യില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സിക്കായിട്ടുള്ള ആനിമൽസ് ഉണ്ടെങ്കിൽ അതിനെ അവർ കില്ല് ചെയ്യില്ല. ഓക്കെ, ആനിമൽ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ കോൺഷ്യസും ആയിരിക്കണം. അവർ സ്റ്റണ്ണിങ് ചെയ്യാറില്ല. അതായത് ഹലാൽ മെത്തേഡിനകത്ത് സ്റ്റണ്ണിങ് എന്ന് പറയുന്ന സാധനമേ ഇല്ല.
സ്റ്റണ്ണിങ് എന്ന് പറയുന്ന സാധനം റിച്വൽ മെത്തേഡിൽ വരുമ്പോൾ ഹലാലിനകത്ത് വരുമ്പോൾ വരില്ല. പിന്നെ അവർ എന്താണ് പിഗിനെ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഹെഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക അല്ലേ. പക്ഷേ ഹലാൽ മെത്തേഡിനകത്ത് ഹെഡ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്താണ് ആസ് ദ ആനിമൽസ് ഹാവ് ടു ബി എലൈവ് അറ്റ് ദ ടൈം ഓഫ് സ്ലോട്ടർ ഹെഡ് ഈസ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി. ഓക്കെ, അപ്പോൾ ഹെഡ് ഒരിക്കലും അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന രീതിയിലല്ല ഏത് ചെയ്യുന്നുള്ളത്, ഹലാൽ മെത്തേഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജിൻ്റെ ടൈം ഒരുപാട്, അതായത് മീറ്റിൻ്റെ ക്വാളിറ്റി നല്ല ഉണ്ടാവും, സ്റ്റോറേജ് ക്വാളിറ്റി ഓഫ് മീറ്റും ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനെ ഹെഡോടുകൂടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അടുത്തത് ജഡ്ക മെത്തേഡിലോട്ട് വരികയാണ്. അപ്പോൾ ഹലാൽ എന്ന് പറയുമ്പോൾ മുസ്ലിംസാണ്, ഓർക്കുക. അവർ പിഗിനെയും അതുപോലെ തന്നെ സിക്കായിട്ടുള്ള ആനിമൽസിനെയും കില്ല് ചെയ്യില്ല. അതുപോലെ തന്നെ സ്റ്റണ്ണിങ് എന്ന് പറയുന്ന ഒരു അൺകോൺഷ്യസ് ആക്കിയിട്ടല്ല, എന്താണ് കോൺഷ്യസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് കില്ല് ചെയ്യുക. പിന്നെ ഹെഡ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യില്ല. ഇവിടെ നമ്മുടെ ജഡ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റീസ് അതുപോലെ തന്നെ ഹിന്ദു ആൻഡ് സിഖ് കമ്മ്യൂണിറ്റീസാണ് ഈ ജഡ്ക മെത്തേഡ് ചെയ്യുന്നുള്ളത്. ഹിന്ദു ആൻഡ് സിഖ് കമ്മ്യൂണിറ്റീസാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. ഷീപ്പ്, ഗോട്ട്, പോൾട്രി എല്ലാം ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ജഡ്ക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്താണ് ഹെഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റീസ് അത് ചെയ്യുന്നില്ല. ജഡ്കയിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് നമ്മുടെ ഹെഡിനെ ഒരു നൈഫ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് അതിനെ ജഡ്ക എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ആനിമൽ സ്റ്റണ്ണിങ് ചെയ്യാണ്ട് കോൺഷ്യസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് ഇവിടെ അവർ കില്ല് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഹെഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലഡ് ഫുള്ള് അതിൽ നിന്ന് പോയിരിക്കണം. ബ്ലഡ് ഫുള്ള് അതിൽ നിന്ന് എന്താണ് നമ്മൾ പറയുക ഡ്രെയിൻ ചെയ്ത് പോകണം അല്ലെ, ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് മീറ്റ് ക്വാളിറ്റിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് ഉണ്ടെങ്കിൽ മീറ്റിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടും കേട്ടോ. ബ്ലഡ് ഉണ്ടെങ്കിൽ മീറ്റിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടും, പക്ഷേ സ്റ്റോറേജ് ക്വാളിറ്റി കുറയും. നമുക്ക് കുറേ നേരം അതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. ഇനിയാണ് നമ്മുടെ അടുത്ത ഷേജിത അല്ലെങ്കിൽ നമ്മളെന്തായിരുന്നു പറഞ്ഞാൽ കോഷർ അല്ലേ. ഷേജിത അല്ലെങ്കിൽ കോഷർ മെത്തേഡ് എന്ന് പറയുന്നുള്ള ആ ഒരു മെത്തേഡ്, അതെന്ന് പറയുമ്പോൾ നമ്മുടെ ജൂയിഷ് ആൾക്കാരൊക്കെയാണ് അത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹിന്ദുസ്, സിഖ്, മുസ്ലിമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്യൂലാന്ന്. ഇവിടെയും നമ്മൾ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഇവിടെയും നമ്മൾ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്യാറില്ല. പിന്നെ ഈ മെത്തേഡിനകത്തും എന്താണ് നമ്മുടെ ആനിമൽ കോൺഷ്യസ് ആയിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് സിക്കായിട്ടുള്ള ആനിമൽസിനെ ഇവർ കില്ല് ചെയ്യില്ല കേട്ടോ. കോൺഷ്യസ് ആയിട്ടുള്ള നല്ല ആനിമൽസിനെ മാത്രമേ ഇവർ കില്ല് ചെയ്യുള്ളൂ. അങ്ങനെ ഹ്യൂമൻ കൺസപ്ഷന് ഫിറ്റ് ആയിട്ടുള്ള മീറ്റിനെ ഇവർ കോഷർ എന്ന് വിളിക്കും. അൺഫിറ്റ് ആയിട്ടുള്ളതിനെ ടെറഫ എന്ന് വിളിക്കും. കോഷർ എന്ന് വിളിക്കും, അതുപോലെ തന്നെ ടെറഫ എന്ന് കൂടി വിളിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവർ പ്രെയർ ഉണ്ടാവും കേട്ടോ. അതായത് സ്ലോട്ടറൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനൊക്കെ ചെയ്തതിന് ശേഷം ആണിത് മീറ്റിന് വേണ്ടി യൂസ് ചെയ്യുക, അതിൻ്റെ ബ്ലഡ് വെസൽസൊക്കെ റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് റിച്വൽ മെത്തേഡിനകത്ത് വരുന്നുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ സ്ലോട്ടറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റണ്ണിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.